ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നനച്ചുള്ളിൻ്റെ ആറാട്ടാണ് കേട്ടോ നടക്കുന്നത്. ഇന്ന് കിച്ചണിലാണ് കേട്ടോ നനച്ചുള്ളി നടക്കുന്നത്. കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടോക്കി. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തെടുക്കാമെന്നൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടാൽ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാവും കേട്ടോ. അധികം ആൾക്കാർ ചെയ്യുന്നത് തന്നെയാണ്. എന്നാലും ഒരുപാട് ജോലികളുണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെയാണത് പിന്നെ എന്താ പറയുക എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുകയെന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ചില ആൾക്കാർക്ക് ഒരുപാട് ജോലികൾ കാണുമ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. എനിക്കും വരലുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളെ അനുഭവത്തിൽ നിന്ന് നമുക്കങ്ങനെ പറയാമല്ലോ. അപ്പോൾ രാവിലെ കിച്ചണിൽ വന്നുകൊണ്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഇന്നിപ്പോൾ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. പച്ചവെള്ളം വെച്ചിട്ടാണ് കേട്ടോ, പച്ചവെള്ളം കൊണ്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ചെടുക്കുന്നത്. നമ്മൾ തിളച്ച വെള്ളം കൊണ്ടാണ് സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കലൊക്കെ. ചിലപ്പോൾ അതേപോലെ പച്ചവെള്ളം കൊണ്ടും കുഴച്ചെടുക്കും. അപ്പം പച്ചവെള്ളം കൊണ്ട് കുഴച്ചെടുത്താൽ എന്താ അറിയുമോ, ചപ്പാത്തിക്ക് ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ചെറിയൊരു ബലം വെക്കും. നേരെ മറിച്ച് പിന്നെ നമ്മൾ തിളച്ച വെള്ളം കൊണ്ടാണ് മാവ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി വൈകുന്നേരം ആയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയേക്കാരം. ഇത് കഴിക്കുമ്പോൾ സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ സോഫ്റ്റൊക്കെ ഉണ്ടാവും. വൈകുന്നേരം ബാക്കിയൊക്കെ ഉള്ള സമയത്താട്ടോ ഞാൻ പറഞ്ഞത് നല്ല ബലം വെക്കലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ക്ലീനിങ്ങിന് ഒരുങ്ങുകയാണെങ്കിലും ആദ്യം ഫുഡ് റെഡിയാക്കി എടുക്കണം. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നമ്മളവിടെ പള്ളിയിൽ വാർഷികമുണ്ട്. അപ്പം അവിടെ നിന്ന് ഉണ്ടാവും കേട്ടോ ഫുഡൊക്കെ. അപ്പോൾ പിന്നെ ഉച്ചക്കൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചപ്പാത്തി തന്നെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കറി നമുക്ക് മീൻ കറി ഉണ്ട്. ഇന്നലെ ഉണ്ടാക്കിയ മീൻ കറി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ ഇന്നത്തെ കുക്കിങ്ങൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ജോലികളുള്ള ദിവസമേ കുക്കിങ്ങിനൊന്നും നിന്നാൽ പിന്നെ ബാക്കിയുള്ള പണികളൊന്നും അത്ര നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെയാണ് കഴിഞ്ഞോളണമെന്നൊന്നുമില്ല. അപ്പം എന്തായാലും ഞാനിതവിടെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നുണ്ട്. മക്കളുണ്ട് കേട്ടോ എൻ്റെ കൂടെ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുട്ടികൾ കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു സഹായമാണ് നമുക്ക്. നമ്മളെടുക്കണക്കാട്ടിലും ജോലികൾ ഓരെടുക്കും. ഓൽക്കാണെങ്കിൽ അങ്ങനത്തെ ജോലികളൊക്കെ എടുക്കുന്നത് ഒരു സന്തോഷമാണ്. സന്തോഷമൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനും മാറും ചെയ്യും കേട്ടോ. തുടക്കത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കാരം. പിന്നെ ഓല് കുഴങ്ങൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടോക്കാം. ഞാൻ ഇവിടെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്ത് ചപ്പാത്തി ചുടുന്നുണ്ട്. പിന്നെ നിങ്ങൾ നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞോ അല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യോണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാ ഇന്ന് തന്നെ ഈ ഒരു കിച്ചൺ ക്ലീനിങ് ഇന്ന് കഴിക്കും. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞിക്കണമല്ലോ നമ്മളെ ക്ലീനിങ്ങൊക്കെ. ഇനിയിപ്പോൾ നിസ്കാരക്കുപ്പായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലക്കാനൊക്കെ ഉള്ളൂ കേട്ടോ. അതൊക്കെ നമ്മളെടുത്ത് അലക്കണത് തന്നെയല്ലേ. അങ്ങനെ ഞാനും മക്കളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. പിന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പോൾ ഇനി നമുക്ക് കിച്ചൺ ക്ലീനിങ്ങിന് ഇറങ്ങാം. അപ്പോൾ എവിടുന്നാ തുടങ്ങാമെന്ന് ഒന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് തോന്നിയത് നമുക്ക് ആദ്യം റേക്കുമ്പോൾ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. ആദ്യം റേക്കുമുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ആ പാത്രങ്ങൾ ആദ്യമൊക്കെ ഒക്കെ കഴുകി വെക്കാം. അല്ലാതെ ഉണ്ടല്ലോ ഒക്കെ കൂടെ വാരി വലിച്ചിട്ടാലേ ഏതാ എടുക്കുകയെന്നും അറിയില്ല. പിന്നെ ഒക്കെ കൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് തലപ്പിരാന്ത് വരും ചെയ്യും. അപ്പോൾ ഞാനിത് അവിടെ റേക്കുമുള്ള പാത്രങ്ങളൊക്കെ ആദ്യം കൗണ്ടർ ടോപ്പുമ്മൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണതുകൊണ്ടേ അങ്ങനെ നല്ല പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. മുകളിലാണ് കേട്ടോ നമുക്ക് പൊടി നല്ലോണം ഉള്ളത്. കാരണം നമ്മൾ മതിലൊന്നും കെട്ടാത്തതുകൊണ്ട് റോഡ് സൈഡിൽ തന്നെയല്ലേ നമ്മളെ വീട്. അപ്പോൾ അങ്ങനെ റോട്ടിൽ കൂടെ വണ്ടികളൊക്കെ പോകുമ്പോൾ പൊടി നന്നായിട്ട് ഉണ്ടാവും. ഇവിടെ താഴെ ഭാഗത്തൊക്കെ അങ്ങനെ പൊടിൻ്റെ ഇതില്ല കേട്ടോ. അത്ര വലിയ പൊടിയൊന്നും ഉണ്ടാവില്ല. അതേപോലെ മാറാലി നല്ല കുറവാണ് താഴെ ഭാഗത്ത്. നമ്മളെ വീട് ഗ്രൗണ്ട് ഫ്ലോർ ആണല്ലോ, അതുകൊണ്ട് താഴെ ഭാഗം ഉയരം കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ മാറാലയൊക്കെ തട്ടാനും പൊടി തട്ടാനൊക്കെ സുഖമാണ്. അപ്പോൾ ഇങ്ങനെ നനച്ചുള്ളി ആകുമ്പോൾ പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളും എടുക്കാത്ത പാത്രങ്ങളും എല്ലാ പാത്രങ്ങളും നമ്മളൊന്ന് നനച്ച് കുളിപ്പിക്കുമല്ലോ. അപ്പം എല്ലാം എടുത്ത് കഴുകണം കേട്ടോ നമുക്ക്. അപ്പം ഇങ്ങനെ ഓരോ ഭാഗത്ത് എടുത്ത് കഴുകി കഴിഞ്ഞാൽ നമുക്കങ്ങനെ വലിയൊരു ഭാരമായിട്ട് തോന്നൂല. അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ റേക്കുമല്ലതൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ കൗണ്ടർ ടോപ്പുമ്മക്ക്. ഇനി ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകിയാണ്ട് ഞാനിവിടെ ഒരു ടേബിളുണ്ട്. നമുക്ക് കിച്ചണിൽ ചെറിയൊരു ടേബിൾ ഉണ്ടല്ലോ, ആ ഒരു ടേബിളുമ്മക്ക് കഴുകി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പുറത്ത് പോയിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ അതിൽ കൊണ്ടുപോയാണ്ട് അങ്ങനെ കമിഴ്ത്തി വെച്ചോളും പാത്രം. അപ്പോൾ അവിടെ കടന്നിട്ട് അങ്ങനെ ഉണങ്ങുകയും ചെയ്തോളും. പിന്നെ നമ്മളെല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ നമ്മളെ കിച്ചൻ്റെ അവസ്ഥ. പാത്രങ്ങളൊക്കെ ഞാൻ കൗണ്ടർ ടോപ്പുമൊക്കെ എടുത്ത് വെച്ചിരിക്കണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ കഴുകി വെക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ ഈ സെബീന പൊടി ഉണ്ടല്ലോ, നമ്മളെ ഹോം ഷോപ്പത്തെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് സ്ലേവി എന്നാണ് നമ്മൾ പറയുക. സെബീന പൊടിൻ്റെ ആ ഒരു സെയിം തന്നെ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത്. വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, 20 രൂപയാണ് ഒരു പാക്കിന്. പക്ഷേ ഇതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ നല്ല ഉപകാരമാണ്. നമുക്ക് സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും അതേപോലെ അലുമിനിയം പാത്രങ്ങളാണെങ്കിലും ഒക്കെ കഴുകാൻ നല്ലതാട്ടോ. അതേപോലെ തന്നെ നമ്മളെ ബാത്റൂമത്തൊക്കെ ഫ്ലോർ ഉണ്ടല്ലോ, ചുമരുമത്തെ ആ ഒരു ടൈൽസും കാര്യങ്ങളൊക്കെ കഴുകണമെങ്കിൽ നല്ലതാണ്. പിന്നെ നല്ല നിറം വെക്കും. കഴിഞ്ഞ വർഷം അതേപോലെ നനച്ചുള്ളി എടുത്തപ്പോൾ ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയത് കരി കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. കരിയും കല്ലുപ്പും കുത്തി പൊടിച്ചിട്ട് ആ ഒരു പൊടി വെച്ചിട്ടാട്ടോ പാത്രങ്ങൾ കഴുകിയത്. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമ്മളെ കയ്യിൻ്റെ നഖത്തിൻ്റെ ഇതിലേക്ക് ഇനിയിപ്പോൾ ഗ്ലൗസ് ഇട്ടാൽ മതി. എന്നാലും ഗ്ലൗസ് ഇട്ടാൽ നമ്മൾ എന്താ പറയുക, ശരിക്കും ആ ഒരു ഇതൊന്നും കിട്ടൂല പാത്രം കഴുകാനൊന്നും. എനിക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഒന്നും ഇടാത്തത്. പിന്നെ ഈ ഒരു സ്ലേവി പൊടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കയ്യിന് അങ്ങനെ അലർജിയും കാര്യങ്ങളൊന്നുമില്ല. അരിയിട്ട് കഴുകുമ്പോൾ നഖത്തിൻ്റെ അടിയിൽ കൂടിയും ഒക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ സിങ്കിലിട്ട് കഴുകുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്. കരി ഇങ്ങനെ അടിഞ്ഞിട്ട് ചിലപ്പം അടയാനൊക്കെ സാധ്യത ഉണ്ട്. ഇതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ടിട്ടല്ല കേട്ടോ കഴിക്കണത്. ഇവിടെ സിങ്കിൽ വെച്ചിട്ട് തന്നെയാണ് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത്. പുറത്തേക്ക് കൊണ്ടുവച്ചാൽ എന്താ അറിയോ, ഒക്കെ കൂടെ അങ്ങനെ പുറത്തേക്ക് വാരി വലിച്ച് കൊണ്ടുപോയിടും വേണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവന്നിക്കണം. അപ്പോൾ അതൊക്കെ ഒരു പണിയാണ്. ഇതിപ്പോൾ ഏതായാലും നമ്മൾ കഴുകിയിട്ടാണ് കൊണ്ടുപോയി വെച്ചാൽ ഉണങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പോൾ ഒരു 4 പണി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റീലിൻ്റെ കാലം ഞാൻ ഈ ഒരു സ്ലേവി പൊടി ഇട്ടിട്ട് കഴുകിയതാട്ടോ. നല്ല നിറമല്ലേ. അങ്ങനെ ഈ കാണുന്ന പാത്രങ്ങളൊക്കെ ഓരോന്ന് ഇതേപോലെ കഴുകിയിട്ട് ഈ ടേബിൾ മേൽ ഇങ്ങനെ കമിഴ്ത്തി വെക്കുക കേട്ടോ. പിന്നെ ഇത് നിറയുമ്പോൾ കുട്ടികൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയാണ്ട് ഞാൻ പറഞ്ഞല്ലോ ഷീറ്റ് അവിടെ വിരിച്ചിട്ടിക്കണെന്ന്. അപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചോളും. അപ്പോൾ കുട്ടികളും കൂടെ അല്ലെങ്കിൽ നമ്മളെ അവസ്ഥ പറയണ്ടല്ലേ. പിന്നെ പറഞ്ഞാൽ കേൾക്കണ കുട്ടികളും ആവണം കേട്ടോ. ഇവിടുത്തെ മക്കൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതേപോലെ എന്തിനെങ്കിലുമൊക്കെ ഹെൽപ്പിന് വിളിച്ചാൽ ഓല് വരും ചെയ്യും. അതല്ല ഞാൻ അങ്ങനെ എടുക്കണ കണ്ടാൽ തന്നെ ഓലെന്നെ അങ്ങോട്ട് വരും കേട്ടോ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ ചോദിച്ചാണ്ട് വരും. അതന്നെ നമ്മളെ വലിയൊരു ഭാഗ്യമാണ്. മറ്റത് ഇപ്പോഴത്തെ മക്കളൊന്നും അങ്ങനെ വിളിച്ചാൽ കിട്ടൂല. ഒക്കെ ഫോണിന് അഡിക്റ്റ് ആയിക്കണല്ലോ ഇപ്പം. അപ്പോൾ ഇത് അവിടെ ഷീറ്റ് ഞാൻ വിരിച്ചു കൊടുത്തിന് കേട്ടോ. അപ്പോൾ ഓരെന്നെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയത് അവിടെ കൊണ്ടുവന്ന് അങ്ങനെ കമിഴ്ത്തി വെക്കുന്നുണ്ട്. പിന്നെ പാത്രങ്ങൾ നമ്മൾ കഴുകാൻ എടുക്കുമ്പോഴേ അറിയുള്ളൂ ഇത്ര പാത്രങ്ങളൊക്കെ നമുക്ക് ഉണ്ടോ എന്നുള്ളത്. അത്രയും പാത്രങ്ങളുണ്ട് കേട്ടോ. ഒക്കെ കൂടെ കഴുകാൻ എടുത്തിട്ടപ്പോഴേ ഞാനങ്ങനെ ഒരുപാട് പാത്രങ്ങൾ വാങ്ങി കൂട്ടുന്ന ആളൊന്നുമല്ല കേട്ടോ. ഇപ്പം നമുക്കിങ്ങനെ ഇൻഡസ്വാലിൽ നിന്നൊക്കെ ഇങ്ങനെ പ്രൊഡക്റ്റുകളൊക്കെ കിട്ടലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പാത്രങ്ങളുണ്ട് ഇപ്പം. എന്നാലും കുറേ അനിയത്തിക്കായിട്ടും വീട്ടുക്കായിട്ടും ഒക്കെ അങ്ങനെ കൊടുക്കലും ഉണ്ട്. അപ്പോൾ ഇതാ റേക്കുമുള്ള പാത്രങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ കഴുകി വെച്ചത് കുട്ടികളത് അവിടെ പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ പാത്രങ്ങൾ ഇതാ ഈ ഒരു സ്റ്റാൻഡുമ്മലാട്ടോ നമ്മൾ വെക്കൽ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡുമുള്ള പാത്രങ്ങളാണ് ഇപ്പോൾ ഇനി കഴുകണത്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ ആദ്യം പെറുക്കി വെക്കുന്നുണ്ട് കൗണ്ടർ ടോപ്പുമ്മക്ക്. ഈ സ്റ്റാൻഡും അത്ര പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ കുറച്ച് പാത്രങ്ങളെ ഇവിടെ പുറത്ത് വെക്കലുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പെട്ടിയിലൊക്കെ ആക്കിയിട്ട് വെക്കലുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിരുന്നിനൊക്കെ വരുമ്പോഴേ അപ്പോഴാണ് പുറത്തേക്ക് ഇടുന്നത്. പിന്നെ അത് എടുത്ത് വെക്കൂല. അപ്പോൾ പിന്നെ അങ്ങനെ സ്റ്റാൻഡ് നിറയും ചെയ്യും. ഡെയിലി യൂസ് ചെയ്യാൻ എടുക്കണ പാത്രങ്ങളെ ഇതേപോലെ ഇങ്ങനത്തെ സ്റ്റാൻഡുമ്മൽ വെക്കുമല്ലോ, അങ്ങനെ സ്റ്റാൻഡുമ്മൽ വെക്കുന്നത് കുറച്ച് പാത്രങ്ങൾ വെക്കുക നല്ലത്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, കുറേ പാത്രങ്ങൾ നമുക്ക് കഴുകാനും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡ് അങ്ങനെ നിറഞ്ഞ് കിടക്കില്ല. നിറഞ്ഞ് കിടക്കുമ്പോൾ ഒരു ഗതികേടാണല്ലോ. പിന്നെ നമ്മൾ തന്നെ ഇപ്പോൾ എന്താ പാത്രം വേറെ കഴുകാണ്ടെങ്കിൽ ആ കഴുകാനുള്ള പാത്രം അവിടെ ഇട്ടിട്ട് വേറെ സ്റ്റാൻഡുമ്മ ഒന്ന് എടുക്കും. നേരെ മറിച്ച് പാത്രങ്ങൾ സ്റ്റാൻഡുമ്മ വേറെ വല്ലാതെ ഇല്ലയെന്നുണ്ടെങ്കിൽ വേഗം അത് കഴുകിയെടുക്കും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. എൻ്റെ സ്വഭാവമാട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇതാ നമ്മൾ സ്റ്റാൻഡുമുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിട്ടോ. അപ്പോൾ അതും കുട്ടികളിതാ അതേപോലെ ഈ ഒരു ഷീറ്റിൽ കൊണ്ടുവന്ന് വിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി ആയപ്പോൾ തന്നെ സമയം ഉച്ചയ്ക്കണം കേട്ടോ. 1 മണി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഉച്ചക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ റിച്ചുമോൻ പള്ളിയിൽ പോയിട്ടുണ്ടേനും പള്ളിയിൽ പോയിട്ട് ഇതാ പള്ളിയിൽ നിന്ന് ചോറൊക്കെ വാങ്ങി വന്നിക്കണം കേട്ടോ. അപ്പോൾ നല്ല നെയ്ച്ചോറും ബീഫ് കറിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മക്കൾക്കും നല്ല വിശപ്പുണ്ട്, എനിക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറ് തിന്നിട്ട് എടുക്കാം ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു കേട്ടോ. പാത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി ആയപ്പോൾ തന്നെ സമയം കുറേ ആയതാണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി ഉണ്ട്. ഇനി നമുക്ക് കുപ്പി പാത്രങ്ങളൊക്കെ ആയിട്ട് കഴുകാൻ, അല്ലാതെ പിന്നെ കലങ്ങളും സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച കുപ്പികളുണ്ടല്ലോ. അപ്പോൾ അതിന് ആ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം കുപ്പികളൊക്കെ കഴുകണമെങ്കിൽ. അപ്പോൾ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ എന്തായാലും ചോറൊക്കെ കഴിച്ചിട്ടാക്കും പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര സമയമാവാൻ കാരണം എന്താ വെച്ചാൽ ഈ പാത്രം കഴുകണതിൻ്റെ ഇടയിൽ നമുക്ക് അന്നിടാനുള്ള വീഡിയോ ഒന്ന് സെറ്റ് ചെയ്യാണ്ടേനി കേട്ടോ. കുറച്ച് കാര്യങ്ങൾ അതിന്മേൽ ചെയ്യാണ്ടേനി.
അപ്പോൾ അതതിൻ്റെ ഇടയിലൊന്ന് ചെയ്ത് വെച്ച് അങ്ങനെ കുറച്ച് സമയം പോയി. അപ്പോൾ നമ്മളിങ്ങനെ ഡെയിലി വീഡിയോ ഒക്കെ ഇടുമ്പോഴുള്ളൂ നമുക്ക് നമ്മളെ ചാനലിന് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ നമുക്ക് ഇതേപോലെ പണികളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വരുമാനം ഇല്ലാതെയാവും. അപ്പോൾ പിന്നെ എത്ര ടൈമില്ലെങ്കിലും അതും നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ നാളേക്കൊക്കെ നിൽക്കാനായിട്ട് പറ്റില്ല. നാളെ തിങ്കളാഴ്ച അല്ലേ, നമുക്ക് കുറേ വേറെ വർക്കുകൾ ചെയ്യാണ്ട്. അപ്പോൾ ഒക്കെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒക്കെ റെഡിയാവും. അപ്പം ഇന്ന് ഇതൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാനും കുട്ടികളും ചോറൊക്കെ കഴിച്ചു. ചോറ് കഴിച്ച് കുട്ടികൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയിട്ടോ. പിന്നെ ഞാൻ ഈ കുപ്പിയും പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് ഇനി. അപ്പോൾ ആദ്യം ഈ കുപ്പികളിലുള്ള സാധനങ്ങളൊക്കെ വേറെ ഇങ്ങനെ ഓരോ പൊതിയാക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കവറൊക്കെ ഉണ്ടാവുമല്ലോ, കവറിലൊക്കെ ആക്കിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് അങ്ങനെ എടുക്കാത്ത ബോക്സുകളൊക്കെ ഉണ്ടായിനി. ബോക്സിലാണ് കേട്ടോ പഞ്ചസാര, അവിൽ, റവ, മൈദ അങ്ങനെയുള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ കുപ്പികളിലുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ച് ആ കുപ്പികളൊക്കെ ഞാൻ കഴുകിട്ടോ. ഒക്കെ കൂടെ നമ്മൾ വീഡിയോ എടുത്താലേ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാവും ചെയ്യും. പിന്നെ നമ്മളെ പണി നടക്കൂല എളുപ്പത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഒക്കെ കൂടെ ഒന്നും വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേശ്ശെ കാണിക്കണുള്ളൂ. അങ്ങനെ ആ കുപ്പികളൊക്കെ കഴുകി വെച്ചതിന് ശേഷമേ ഇനിയിപ്പോൾ നമുക്ക് മാറാല തട്ടണം. പിന്നെ റേക്കൊക്കെ ഒന്ന് തട്ടിയിട്ട് പിന്നെ പൊടിയൊക്കെ തട്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ ഒരു പിന്നെ മാറ്റ് ഉണ്ടല്ലോ അവിടെ ഈ ജനലിൻ്റെ അവിടെ വെച്ചത്, അത് ഞാൻ എടുക്കാൻ മറന്നേനി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കിച്ചണിൽ അങ്ങനെ അധികം പൊടികളൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു മാറ്റൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടു. പിന്നെ റേക്കൊക്കെ തട്ടി അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ തട്ടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെടിയൊക്കെ വെച്ച ഈ ബോട്ടിലുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കഴുകണം. അതേപോലെ നമ്മളെ ചെടികളും ഒന്ന് കഴുകി കൊടുക്കണം. അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടോ. കുറേ ആയിക്കണ് വെള്ളമൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. അപ്പം ഇനി നമ്മൾ അടുക്കളയിലേ ഒന്നുമില്ല കേട്ടോ നനയാൻ. നമ്മൾ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിരിക്കണ്. അതേപോലെ കുപ്പികളും എല്ലാം കഴുകിയിരിക്കണം. ഇനിയിപ്പോൾ ഈ ഒരു ബോട്ടിൽ മാത്രമുള്ള ഇനി നനക്കാൻ. അപ്പോൾ അതും നനച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഴുകിയതൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പൊടിയൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളിത് ആ ഒരു ജനൽമ വിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റ് ഉണ്ടല്ലോ അതും കുറച്ച് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇതും തന്നെ വെയിലത്ത് കൊണ്ടുപോയിട്ടാൽ ഉണങ്ങിക്കോളും. എന്നാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് എടുത്ത് വെക്കാമല്ലോ. ഇതിങ്ങനെ ഈ ജനൽമേൽ വിരിച്ചിട്ടാലേ ഒരു ഭംഗിയാണ് കാണാൻ. നമ്മൾ രാവിലെ എണീറ്റൊക്കെ വരുമ്പോഴേ കിച്ചണിക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും. ആ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ. സിറ്റ് ഔട്ടിലിടാൻ മാറ്റ് വാങ്ങിയപ്പോഴേ അങ്ങനെ മുറിച്ച് വാങ്ങിയതേനി കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഒരു അളവ് ഞാൻ എടുത്തിട്ടുണ്ടേനി. അങ്ങനെ ആ ഒരു അളവിനനുസരിച്ചിട്ട് ചെറിയൊരു പീസ് വാങ്ങിയതേനി കേട്ടോ. അങ്ങനെ അതും കഴുകി ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് ഇവിടേക്ക് ഒന്ന് പൊടി തട്ടാനൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ മാറാല തട്ടണ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതേനി കേട്ടോ അത്. അപ്പോൾ അതിങ്ങനെ പൊടി തട്ടാനും ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ആ ഒരു കമ്പി ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ ഒരു കമ്പി ഉണ്ട്, അതുമൊന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ജനലൊക്കെ തട്ടാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ പൊടി തട്ടലൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്കിവിടെ നിന്ന് അടിച്ചു വാരിയിടാം കേട്ടോ. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് തേച്ച് കഴുകണം. അതേപോലെ നമ്മളിവിടെ സാധനങ്ങളൊക്കെ വെക്കണ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു തിണ്ട് പോലെ കണ്ടില്ലേ, അവിടെയൊക്കെ ഒന്ന് നല്ലോണം ഉരച്ച് കഴുകാണ്ട് കേട്ടോ. കമ്പിച്ചണ്ടി ഇട്ടിട്ട് തന്നെ ഉരച്ച് കഴുകാണ്ട്. അപ്പോൾ ആദ്യം അടിച്ചു വാരിയിടിട്ട് ഇല്ലെങ്കിൽ പിന്നെ ആകെ ചെളിയേക്കാരം വെള്ളം കൂടി ആകുമ്പോഴേ. പിന്നെ ശരിക്കും ഒരു പൊടി തട്ടൽ കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയായിട്ട് തോന്നും നമുക്ക്. പിന്നെ ഞാൻ ഇപ്പോൾ ഈ ചെയ്ത പോലെ കുറേശ്ശെ കഴുകി വെക്കുകയാണെങ്കിൽ മടുപ്പും കാര്യങ്ങളൊന്നും അതും തോന്നൂല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒക്കെ കൂടെ കാണുമ്പോൾ നമുക്ക് തലപ്പിരാന്ത് വരും എന്നുള്ളത് ശരിയാണ് കേട്ടോ. അത് ഒക്കെ കൂടെ കാണുമ്പോൾ തലപ്പിരാന്തൊക്കെ വരും. പിന്നെ ചില ആൾക്കാരിങ്ങനെ നോമ്പ് പണിയൊക്കെ എടുക്കാനും ഒറ്റയ്ക്ക് കഴിയില്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ കൂലിക്ക് വിളിക്കുകയൊക്കെ ചെയ്യും. ഞാൻ അങ്ങനെ വിളിക്കലൊന്നുമില്ല കേട്ടോ. നമ്മൾ പിന്നെ ഇതേപോലെ കുറേശ്ശെ അങ്ങനെ എടുക്കും. പിന്നെ എനിക്ക് ഞാൻ തന്നെ എടുക്കണം എന്നാലേ തൃപ്തിയാവുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികളും ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. എന്നാലിപ്പോൾ നമ്മളൊറ്റയ്ക്കൊന്നല്ല, ഓരോ നമ്മൾ കൂടെ ഉണ്ടാകുമ്പം ഒരു സഹായമാണല്ലോ. ഇപ്പോൾ ഒക്കെ റെസ്റ്റ് എടുക്കാൻ പോയിക്കണം കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ. കാര്യമായിട്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകി അത് കൊണ്ടുവയ്ക്കാനൊക്കെയാണ് കുട്ടികളെ വിളിക്കൽ. കാരണം നമ്മളിത് കഴുകലും കൊണ്ടുവയ്ക്കലും ഒക്കെ കൂടെ ആകുമ്പം ഒരു ദിവസം കണക്കേക്കാരം. അപ്പോൾ ഓരും കൂടെ ഒപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നില്ല. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, സ്റ്റാൻഡ് ഞാൻ നല്ലോണം ഒന്ന് കഴുകേണ്ടത് പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോയി വെക്കാനൊന്നും കഴിയൂല കേട്ടോ. ഇവിടെ നല്ലോണം ഫിറ്റ് ചെയ്തതാണ്, സ്ക്രൂ ഒക്കെ ചെയ്താണ്ടേ ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ അയക്കാൻ കഴിയൂല. ഇനിയിപ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് വെക്കാനും കഴിയൂല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ ഇട്ടിട്ട് നല്ലോണം ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കഴുകിയെടുത്തിട്ടോ.
അങ്ങനെ അത് ക്ലീനായി കിട്ടി. ഇനിയിപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ ഒരു എടുത്ത മോപ്പുണ്ടല്ലോ, ഇത് നമുക്ക് ഇതുമ്പോൾ കുറച്ച് ലിക്വിഡാക്കിയിട്ടേ ഇതേപോലെ നമ്മളെ കിച്ചണിലുള്ള ടൈലൊക്കെ ഉണ്ടല്ലോ, ടൈലൊക്കെ കഴുകാൻ നല്ലതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉയരമുള്ള സ്ഥലത്തേക്കൊക്കെ ആണെങ്കിലേ ഇതിങ്ങനെ വലിപ്പം കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള സിസ്റ്റം ഇതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് നനച്ച് കൊടുത്തിട്ട് നല്ലോണം തേച്ച് കഴുകിയെടുക്കാൻ പറ്റും. ഇത് ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ ഒരു മോപ്പില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പുമ്പോൾ കയറിയിട്ട് വേണം അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുണ്ടായപ്പോൾ എളുപ്പമായിട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്ലീനിങ് ഐറ്റംസൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ കിച്ചണിൽ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സഹായം മാത്രമല്ല കേട്ടോ, നമ്മൾ പണികൾ എളുപ്പം തീരും ചെയ്യും. അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു ഇവിടെ ചെറിയൊരു റാക്ക് ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ആ ഒരു റാക്ക് കബോർഡ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഞാൻ ഇവിടെ കഴുകാനും അതേപോലെ തന്നെ ഈ ഒരു മോപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമ്മളെ ക്ലീനിങ് തീരും ചെയ്യും, നല്ല വൃത്തിയായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. ഈ ഒരു മോപ്പുമ്മല്ല ആ ഒരു തുണി ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്, പൊടിയൊക്കെ വലിച്ചെടുക്കും ചെയ്യും. അങ്ങനെ അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ആ ഒരു കബോർഡും അതേപോലെ നമ്മളെ കിച്ചണിലുള്ള ടൈലും കാര്യങ്ങളൊക്കെ, ചുമരുമുള്ള ടൈലും കാര്യങ്ങളൊക്കെ തുടച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പാണ് കഴുകാനുള്ളത്. അപ്പോൾ കൗണ്ടർ ടോപ്പ് ഇതാ ഞാൻ ഇതേപോലെ കുറച്ച് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ഉരച്ചിട്ടുണ്ട്. ഇനി ഇതാ കയ്യിലൊരു വൈപ്പർ ഉണ്ട് കേട്ടോ. ഈ ഒരു വൈപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ സോപ്പും വെള്ളമൊക്കെ ആയി കഴിഞ്ഞാലേ തുണി വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു വരയൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു വൈപ്പർ വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഇത് ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ ചെയ്താൽ മതി. അതിങ്ങനെ വൈപ്പ് ചെയ്ത് എടുക്കുമ്പം ആ സോപ്പും പതയൊക്കെ ഒരു ഭാഗത്തേക്ക് വരും. അപ്പോൾ ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇതും നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തുണി വെച്ചിട്ട് തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എന്നാലും തുണി വെച്ചിട്ട് ഒന്നും കൂടെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ എവിടെയെങ്കിലുമൊക്കെ സോപ്പ് പത ഇങ്ങനെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് തുണി നനച്ച് തുടച്ചിട്ടുണ്ട്. നമ്മൾ ഗ്ലാസിൻ്റെ ടേബിളൊന്നും തുടക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു വൈപ്പറുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ, അങ്ങനെ ലിക്വിഡ് സ്പ്രേ ചെയ്യാനുള്ള സംഭവം അതിന്മേൽ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ അതിക്ക് ലിക്വിഡൊന്നും ആക്കി കൊടുത്തിട്ടില്ല. ഇനിയും ഞാൻ അങ്ങനെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടല്ലേ കഴുകിയത്. അങ്ങനെ ഇതാ ഈ ഒരു ഭാഗം നമുക്കിപ്പോൾ ക്ലീൻ ആയിട്ട് കിട്ടി. ഇനിയിപ്പോൾ നമ്മളെ ഗ്യാസ് സ്റ്റവ് ആണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബർണറാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ബർണർ നാരങ്ങൻ്റെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് കുറച്ച് സമയം ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നിറം കിട്ടും. ആ ഒരു ചെമ്പിൻ്റെ നിറമൊക്കെ ആയിട്ട് കിട്ടും. എൻ്റെ അടുത്ത് ഇപ്പോൾ നാരങ്ങത്തൊണ്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ബ്രഷ് ഉണ്ടായിരുന്നു കയ്യിൽ, നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ. ഈ ബർണറൊക്കെ കഴുകാൻ പറ്റിയിട്ടുള്ള ബ്രഷാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. നല്ല ചെമ്പിൻ്റെ നിറമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല നിറമൊന്നും വെച്ചിട്ടില്ല, എന്നാലും അതവിടെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ഗ്യാസ് സ്റ്റവും ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഗ്യാസ് സ്റ്റവൊക്കെ ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. എവിടെയും ഒരു കറയതോ ഒന്നും പിടിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് കൊണ്ടെടുക്കലുണ്ട്. നമ്മൾ സാധാ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഡെയിലി ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകണത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സ്റ്റൗ തുടച്ച ആ ഒരു ടവലുണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവലാട്ടോ. ഇതും ഞാൻ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. ഗ്യാസ് സ്റ്റൗവൊക്കെ തുടക്കാം നല്ല സുഖമാണ് കേട്ടോ, നല്ല വൃത്തിയിൽ കിട്ടും. പൊടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതേപോലെ എണ്ണമൊഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതുകൊണ്ട് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ പോരും, നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. ഇതിനൊന്നും വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. റേറ്റ് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു റെഗുലേറ്റർ ഉണ്ടല്ലോ, റെഗുലേറ്ററും കൂടെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതൊന്നും നമ്മളങ്ങനെ ഡെയിലി ചെയ്യലൊന്നുമില്ല കേട്ടോ. കുക്ക് ചെയ്യുന്ന സ്റ്റൗ തുടക്കുന്നല്ലാതെ ഇവിടെയൊന്നും അങ്ങനെ അങ്ങോട്ട് കയ്യെത്തലില്ല. അപ്പോൾ ഇതുമ്പോൾ കുറച്ചൊരു നിറവ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ തന്നെ കഴുകാമെന്ന് വിചാരിച്ച് ചെറിയ ബ്രഷ് വെച്ചിട്ട് കുറച്ച് ലിക്വിഡാക്കിയിട്ട് ഒന്ന് ഉരച്ച് കഴുകണുണ്ട്. അങ്ങനെ നമ്മളെ സ്റ്റൗവിൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴേ ആ ക്ലീൻ ചെയ്ത ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടെ വേഗം ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു തോന്നൽ വരും ചെയ്യും.
അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ ക്ലീൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പുമ്മലും അതേപോലെ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് ഉരച്ച് കഴുകി വൈപ്പറൊക്കെ വെച്ച് വൈപ്പ് ചെയ്തെടുത്തിട്ടോ. അങ്ങനെ ആ ഒരു ഭാഗം ഇപ്പോൾ ക്ലീനായി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് തേച്ചൊരച്ച് കഴുകാണ്ട്, അപ്പോൾ അതും ഒന്ന് തേച്ചൊരച്ച് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാവും. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഗതികേടുമാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കും തന്നെ വീഡിയോ കാണുമ്പോൾ മടുപ്പേക്കാരം. സമയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 മണിയായിട്ടോ. ഇനിയിപ്പോൾ വേഗം കുളിച്ച് നിസ്കരിക്കണം, അല്ലെങ്കിൽ നിസ്കാരമൊക്കെ കളാകും. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ വേഗം അവിടേക്ക് ഒന്ന് തുടച്ചെടുത്ത് അതേപോലെ തന്നെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് അകത്തേക്ക് കൊണ്ടുവന്ന് വെപ്പിച്ചിട്ടോ. ഈ ഒരു ചെറിയ റൂമുണ്ടല്ലോ ആ ചെറിയ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടൊക്കെ. ഇനിയിപ്പോൾ ഇതൊന്നും എടുത്ത് വെക്കൽ നടക്കില്ല. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടുക്കി പെറുക്കി വെച്ചാൽ മാത്രം മതി. അത് പിന്നെ നമുക്ക് ടൈം ഉണ്ടാകുമ്പോഴൊക്കെ ചെയ്യാമല്ലോ. ക്ലീനിങ് എടുക്കണ പോലെയല്ലല്ലോ, കഴുകിയത് എടുത്ത് വെക്കാൻ അത്ര വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പണിയൊക്കെ കുറച്ചുണ്ടാവും, എന്നാലും വൃത്തിയുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാൻ അത്രക്ക് മടി തോന്നില്ല. അഴുക്കായി കിടക്കുന്നത് കഴുകാനാണ് മടി വരിക അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. താങ്ക്